നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത്രയും ദിവസത്തെ മൗനം വെടിഞ്ഞുകൊണ്ട് അങ്ങനെ ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളെയും ജനങ്ങളെയും അഭിസംബോധന ചെയ്യാനും തൻ്റെ ഭാഗം കേൾക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രംഗത്ത് വരികയാണ്. അതിലെല്ലാ വിഷയങ്ങളിലും രാഹുൽ പ്രതികരിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. രാഹുലിൻ്റെ ഭാഗം കേൾക്കണമെന്ന അഭ്യർത്ഥനയ്ക്കൊപ്പം പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ട്രാൻസ്ജെൻഡർ അവന്തിക നടത്തിയ വെളിപ്പെടുത്തൽ. അതിനെ തള്ളിക്കളയുകയാണ് പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിൽ. തന്നെ കൊടുക്കാൻ ശ്രമമുണ്ടെന്ന അവന്തികയാണ് തന്നെ വിളിച്ചു പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണമടക്കം റെക്കോർഡിംഗ് അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിമിഷം പുറത്തുവിടുകയാണ്. ഇതിന് കൂട്ടുനിന്നത് CPM സൈബർ പേജുകളിൽ തനിക്കെതിരെ നടന്നിട്ടുള്ള തലയും വാലുമില്ലാത്ത മുഖമില്ലാത്ത പല ആരോപണങ്ങൾ, അതിൻ്റെ പിന്നാലെ വന്നിട്ടുള്ള ചില കഥകളെന്ന രീതിയിലാണ് രാഹുൽ സംസാരിച്ചു തുടങ്ങിയത്. അവന്തികയെ ഈ ഒരു വിഷയവുമായി സമീപിച്ചതാകട്ടെ ഒരു പ്രമുഖ ചാനലിലെ റിപ്പോർട്ടർ കൂടിയാണെന്നും ഇക്കൂട്ടത്തിൽ അവന്തിക പറഞ്ഞതായി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പുറത്തുവിടുകയാണ്. തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ട്രാൻസ്ജെൻഡറും സുഹൃത്തുമായിട്ടുള്ള അവന്തിക നടത്തിയ ആരോപണം. അതെന്തുകൊണ്ട് സുഹൃത്തും തന്നെയാണ് ഈ നിമിഷവും രാഹുൽ പറയുന്നത്. ചാറ്റ് വിവരങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവയ്ക്കുകയും മാധ്യമങ്ങളോട് അത് കാട്ടിത്തരികയും ചെയ്തു. എൻ്റെ പേര് പറഞ്ഞ ചില ആരോപണങ്ങൾ എൻ്റെ സുഹൃത്തും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടതുമായിട്ടുള്ള അവന്തിക ഉന്നയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി രാത്രി അവന്തിക തന്നെ ഫോണിൽ വിളിച്ചു. എനിക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് അവരെ ഒരാൾ വിളിച്ച് തിരക്കിയെന്നാണ് അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞത്. തന്നെ കൊടുക്കാനൊരു ശ്രമം നടക്കുന്നുണ്ടെന്ന് അവന്തിക അന്ന് മുന്നറിയിപ്പ് നൽകി. അവന്തികയോട് ഇതുവരെയും മോശമായി രാഹുൽ സംസാരിച്ചിട്ടില്ലെന്നും അവരെ ഒരു തരത്തിലും കുറ്റപ്പെടുത്തുന്നില്ല, തൻ്റെ ഭാഗം കൂടി കേൾക്കാൻ ശ്രമിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നുവെന്നാണ് രാഹുൽ പറഞ്ഞത്. രാഹുൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത് ഇങ്ങനെയാണ്. രാത്രിയിൽ 8:24 അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു. അത് ഞാൻ കാണിക്കാം. അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു. അവന്തിക എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്നു, ഇപ്പം എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു. ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ, എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനൊരു ആരോപണ പരിസരമോ ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. എന്നുവെച്ചാൽ അവന്തികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാത്തൊരു സമയമാണ്. സമൂഹ മാധ്യമത്തിലൂടെ CPM മറ്റൊരു പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ, വാലും തലയും ഇല്ലാതെ. അപ്പം ഞാനും ചോദിച്ചു, അവന്തിക അങ്ങനെ എന്താ അങ്ങനെ ഒരു ആരോപണം വരുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, ഇങ്ങോട്ട് വിളിച്ച കോളാണ്. അപ്പോൾ അതിനുശേഷം ആ കോള് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവന്തിക തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ആ കോള് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്കത് അയച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനത് കോള് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം. ഈ വിളിച്ച റിപ്പോർട്ടറോട് എനിക്ക് ചോദിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. ഓക്കെ, ഷുവർ. അപ്പം വാട്ടായി കോളിനെ പറ്റിയിട്ടാണ് കേൾക്കുന്നത്. ജസ്റ്റ് നൗ. അപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നു, ക്യാൻ ഐ കോൾ ദാറ്റ് റിപ്പോർട്ടർ? യെസ്. എന്നിട്ട് ഇനി ഞാൻ ശബ്ദം കേൾപ്പിക്കാം. ചേട്ടൻ ന്യൂസ് 18-ലെ റിപ്പോർട്ടറാന്നല്ലേ പറഞ്ഞ, അപ്പൊ അത് സംസാരിക്കേ. നിങ്ങളിങ്ങനെ എല്ലാം മറച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ കാര്യം പറയാം. ഒരു ത്രട്ടൺ സിറ്റുവേഷനിലാണ്. ലൈഫ് ത്രട്ടണിങ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബിക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായ ഒരു അനുഭവം നേരിട്ടു. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട്, നിങ്ങൾ ആരോടും പറയാതിരിക്കുകയാണ്. അതിന്റെ ചാറ്റും മറ്റേ ഫോൺ റെക്കോർഡ്സും എല്ലാ സംഭവവും നിങ്ങൾ സ്കൈപ്പാണ്. പക്ഷെ ലൈഫ് ത്രട്ടൺ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത് കാര്യം ഇങ്ങനെ മുമ്പോട്ട് പറയാത്തതെന്നാണ് പറഞ്ഞത്. അപ്പം അതിനിടയിലാണ്, കാരണം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സീരിയസ്നെസ് ഇത് ആരൊക്കെ എവിടെ നിന്നൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇയാളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു അലിഗേഷൻ ഉണ്ടായി അറിഞ്ഞായിരുന്നോ? ഞാനായിട്ട് ബന്ധപ്പെട്ടു റിലവന്റ് അല്ലാത്തതായതുകൊണ്ട് ഞങ്ങൾ ഫോർവേഡ് ചെയ്യുകയാണ്. നമുക്ക് ആവശ്യമുള്ള വോയിസ് മൊത്തം ഞാൻ കേൾപ്പിക്കാം. പോലീസിലായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും ഈ നാട്ടിലുള്ള സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പിന്നെ രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്.
എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല? ഇല്ല. ഓക്കെ 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 ഓക്കെ. അപ്പൊ അവിടെ ക്ലിയർ ആയത്. ആരാ ഈ പരാതി പറഞ്ഞതാരാണ്? ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അത് വിട്ടേക്കുക, സംഭവം വിട്ടേക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റി ഒരു അപവാദം പറഞ്ഞ നടക്കുമ്പോ അത് ആരാന്ന് അറിയാനുള്ള അവകാശമില്ല ചേട്ടാ, അതുകൊണ്ട് ചോദിച്ചതാണ്. അതല്ല നിങ്ങളെ മോശമായിട്ടൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. മോശമല്ലെങ്കിൽ കേരളത്തിലൊരു MLA പാലക്കാട് പാലക്കാട് MLA ആണ്. ആ MLA ആയിട്ട് എനിക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ? ഇല്ലേ? ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്കൊരു വാട്സാപ്പ് ചാറ്റിൽ മിസ്ബിഹേവ് ചെയ്യുന്ന രീതിയിൽ അതന്നെ അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ? മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ അത് പറഞ്ഞു നടക്കുന്ന ആരാന്ന് അറിയാനുള്ള അവകാശം എനിക്കും കൂടി ഇല്ലേ? ഞാൻ ആളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളിപ്പോ എങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻ എങ്ങനെയാണ്? ഞാൻ അങ്ങനെയാന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവ് ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റിനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായാൽ എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട്, അതിനുള്ള എല്ലാ വഴികളുണ്ട്. പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാത്ത ഗവൺമെന്റ് തലത്തിലായാലും എനിക്ക് നല്ല ഏതാണ് ചുമതല എന്താണ് ഇപ്പൊ എനിക്ക് നിലവിൽ എനിക്ക് പാർട്ടിയിൽ ചുമതല ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ സംഭാഷണം നിങ്ങൾ കേട്ട് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ അതിനുശേഷം അവർ അന്നത്തെ ദിവസം ഞാൻ വിളിച്ചു. അതായത് ഇവർ പുറത്ത് പറയുന്ന ദിവസവും പിന്നെ ഉള്ളതെല്ലാം കാഷ്വൽ സംഭാഷണങ്ങളാണ്. അത് രണ്ടുപേര് തമ്മിലുള്ള കാഷ്വൽ സംഭാഷണങ്ങൾ. അതിനകത്ത് ഏതെങ്കിലും ഒരു മോശപ്പെട്ട കാര്യമൊന്നുമില്ല, അത് പുറത്ത് പറയേണ്ട കാര്യമില്ല. ഇനി അന്നത്തെ ദിവസമാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് ഇവരങ്ങനെ എന്നോടിത് പറഞ്ഞിട്ട് നിൽക്കുന്ന സാഹചര്യമാണല്ലോ. അപ്പോൾ അന്നേരമാണ് മറ്റൊരു അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മാധ്യമങ്ങളെ കാണാമെന്ന് തീരുമാനിച്ചു.